ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള കേക്ക് ഒരുമിച്ച് ഒരൊറ്റ കേക്കിലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കേക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതൊരു 3 തവണയായിട്ട് ഇതുപോലെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 5 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 കോഴിമുട്ടയുടെയും വെള്ളയും യെല്ലോയും മാറ്റുകയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ബൗളിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗള് വേണം നമുക്ക് എടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ബീറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള യെല്ലോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്ലോ ആയിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സ്പീഡ് കൂട്ടാതെ വേണം നമ്മൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചേർക്കാവുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കണം. അപ്പം നമ്മൾ റെഡ് വെൽവെറ്റും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ആണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ റെഡ് വെൽവെറ്റിന് കുറച്ചധികം മാവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് മിക്സാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ടൈറ്റായി ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പാല് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് ടിന്ന് റെഡിയാക്കാം. അപ്പോൾ കേക്ക് ടിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ ഫോയിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ഇതുപോലെ 3ആയിട്ട് ഡിവൈഡ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് കേക്ക് ടിന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഓരോന്നായിട്ട് ഈ ഓരോ ഭാഗത്തേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാനൊരു 40 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ സ്പഞ്ചൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രീമിൻ്റെ ബൗള് താഴത്തേക്ക് കമഴ്ത്തിയാൽ വീഴാത്ത രീതിയിലാകുന്നത് വരെ ആണ്
നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഈ ക്രീമിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ചിട്ട് നമ്മുടെ ഒരു സ്പഞ്ച് 3ആയിട്ട് കട്ട് ചെയ്തതായിരുന്നു. അതിലെ ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ക്രീമും തേച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കേക്ക് ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് നല്ല കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ കേക്കും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റി ആയിട്ട് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത്തൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 3 കേക്കും ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് മോഡിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്കിലേ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ക്രീമൊക്കെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലെവലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ടൂൾസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് അതുപോലെ തന്നെ ഇതുപോലത്തെ വിസിറ്റിംഗ് കാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് 3 ഭാഗമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെഡ് വെൽവെറ്റിന് ഞാൻ ഒരു പീസ് കേക്കിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ഇനി താഴെയും കൂടെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സൈഡുകളിലൊക്കെ ഇതുപോലെ നമുക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ കേക്കിൻ്റെ പൗഡറൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഡേ വെച്ചതിന് ശേഷമാണ് ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ കേക്കിന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.